നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇതാണൊരു മാതൃകാ സംസ്ഥാനം. എത്ര സുന്ദരമാണ് ഇവിടുത്തെ ഭരണം. ഭരണാധികാരി മാത്രമല്ല, ആഭ്യന്തര വകുപ്പ് എത്ര കാര്യക്ഷമമാണ്. ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ നമുക്ക് ഈ യാത്ര തുടങ്ങാം. ഒരു വിവാഹിതയായ സ്ത്രീ തൻ്റെ പുരുഷ സുഹൃത്ത് പീഡിപ്പിച്ചു എന്ന് മെയിൽ അയച്ചാൽ പോലീസ് അർദ്ധരാത്രിയിൽ ഒരു ഹോട്ടലിൽ കയറി MLA അറസ്റ്റ് ചെയ്യുമോ? അതാണ് ഇന്ന് കേരളം കണ്ടത്. പരാതിക്കാരിയെ നേരിൽ വിളിച്ചില്ല, മെഡിക്കൽ പരിശോധനയില്ല, CCTV പരിശോധിച്ചിട്ടില്ല, സെക്ഷൻ 35 BNS പ്രകാരമുള്ള നോട്ടീസ് നൽകിയിട്ടില്ല, സുപ്രീം കോടതി നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടില്ല. എന്നിട്ടും ഉടൻ അറസ്റ്റ്, ഉടൻ റിമാൻഡ്. ഓൺലൈൻ പരാതിയുടെ അടിസ്ഥാനത്തിൽ വീഡിയോ കോളിലൂടെ മാത്രം മൊഴിയെടുത്ത് ഒരു MLA അർദ്ധരാത്രിയിൽ പിടികൂടുന്നത് നീതിയല്ല, നാടകമാണ്. FIRൽ പോലും പരാമർശിക്കാത്ത ആരോപണങ്ങൾ രാവിലെ മുതൽ മാധ്യമങ്ങളിൽ നിറഞ്ഞതെങ്ങനെ? ആരാണ് വാർത്തകൾ ഫീഡ് ചെയ്തത്? FIR ഒന്ന് വായിച്ചാൽ തന്നെ സാധാരണ ബുദ്ധിയുള്ളവർ ചോദിക്കും, സ്വന്തം പേരിൽ ഹോട്ടലിൽ റൂം എടുക്കുന്നു, അവിടേക്ക് രാഹുൽ വരുന്നു, വന്ന ഉടൻ തന്നെ കയറിപ്പിടിച്ച് പീഡിപ്പിച്ചു. ഇതാണോ അന്വേഷണമില്ലാതെ അംഗീകരിക്കപ്പെടുന്ന കഥ? കഴിഞ്ഞ കേസുകളിൽ രാഹുലിന് ഒന്നും ചെയ്യാൻ സാധിക്കാത്തതിൻ്റെ പ്രതികാരമാണോ ഈ അറസ്റ്റ് എന്ന സംശയം ഉറച്ച ശബ്ദത്തോടെ ചോദിക്കേണ്ടതായിരിക്കുന്നു. ഇതിലും ദുഃഖകരം, കോൺഗ്രസ് പാർട്ടി ഈ ഘട്ടത്തിൽ രാഹുലിനൊപ്പം ഉറച്ചു നിന്നില്ല എന്നതാണ്. പാർട്ടിക്ക് വേണ്ടി തെരുവിൽ ശബ്ദിച്ച ജനകീയ സമരങ്ങളുടെ മുഖമായ ഒരാളെ ഇത്ര എളുപ്പത്തിൽ ഒറ്റപ്പെടുത്തരുതായിരുന്നു. റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് പോകുമ്പോൾ DYFI പ്രവർത്തകർ ആക്രോശിച്ചു. കാരണമെന്ത്? അവൻ മൂവർണ്ണ കൊടി പിടിച്ചതാണ്. ഇതിനിടയിൽ ഒരു മാധ്യമപ്രവർത്തക കുഞ്ഞാറ്റ, തുമ്പി, റയാൻ എന്നിങ്ങനെ 3 പേരുകളുമായി സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നു. എന്തിനാണ് ഈ 3 പേരുകൾ? ആരോടാണ് സംസാരിക്കുന്നത്? ആരെ ലക്ഷ്യമിട്ടാണ് ഈ നാടകീയ അവതരണം? മറ്റുള്ള സ്ത്രീകളുടെ വിഷയങ്ങളിൽ മൗനം, നീതിക്കായി ശബ്ദമില്ല. പക്ഷെ രാഹുലിൻ്റെ കാര്യത്തിൽ മാത്രം അമിതോത്സാഹം. ഇത് സ്ത്രീപക്ഷ നിലപാടാണോ? അല്ല, ഇത് വ്യക്തിവിരോധം തന്നെയാണ്. അതെന്താണെന്ന് കാലം തെളിയിക്കും. കെട്ടുകഥകൾ എഴുതിപ്പിടിപ്പിച്ച് മാധ്യമ വിചാരണ നടത്തി ഒരു പ്രതിപക്ഷത്തുള്ള നേതാവിനെ തകർക്കാൻ ശ്രമിക്കുന്നത് പത്രപ്രവർത്തനമല്ല, അതിനെ മാധ്യമ വ്യഭിചാരമെന്ന് വിളിക്കും. ഇത്രയും കള്ളക്കേസുകളും നാടകങ്ങളും ഉണ്ടായിട്ടും ജനങ്ങൾ രാഹുലിനെ കൈവിടുന്നില്ല. അതാണ് അവൻ്റെ ശക്തി. ഇന്ന് രാഹുലാണ്, നാളെ ആരായിരിക്കും? രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം സോഷ്യൽ മീഡിയയിൽ നിറയുന്ന അനേകം രാഹുൽ ഫാൻ കുറിപ്പുകളിൽ ഒന്ന് മാത്രമാണിത്. പക്ഷേ ഈ കുറിപ്പിലും ചില യാഥാർത്ഥ്യങ്ങൾ ഒളിഞ്ഞിരിപ്പില്ലേ? രാഹുൽ ചെയ്തത് ധാർമ്മികമായി വലിയ ശരികേട് തന്നെയാണ്. എങ്കിലും ഇവിടെ സമൂഹം ചോദ്യം ചെയ്യുന്ന വലിയൊരു തലം ഈ കേസിൻ്റെ പിന്നാമ്പുറങ്ങളിലുണ്ട്. വിവാഹിതയായ ഒരു യുവതി തിരുവല്ലയിലെ ക്ലബ് 7 ഹോട്ടലിലെത്തുന്നു. അവിടെയുള്ള ഒരു ആഡംബര സ്യൂട്ടിൽ മുറിയെടുത്ത് രാഹുലിന് വേണ്ടി കാത്തിരിക്കുന്നു. മണിക്കൂറുകളോളം കഴിഞ്ഞാണ് രാഹുൽ ആ ഹോട്ടൽ മുറിയിലെത്തിയത്. പിന്നീട് പീഡനം നടന്നുവെന്നാണ് പരാതി ഇമെയിലിൽ കിട്ടിയ പാടെ പോലീസ് സംഘം അതിരഹസ്യമായി നീങ്ങി രാഹുലിനെ വീഴ്ത്തി. ഇതിനു പിന്നിൽ രാഷ്ട്രീയ പകപോക്കലുണ്ട് എന്ന് ജനങ്ങൾ കരുതാനുള്ള കാരണവും അതുതന്നെ. 1ഉം 2ഉം കേസുകളിൽ പിഴച്ച സർക്കാർ 3ആം കേസിൽ തന്ത്രപരമായി രാഹുലിനെ വീഴ്ത്തി. നിയമപരമായ നടപടികളിലൂടെ ഒരാളെ അറസ്റ്റ് ചെയ്യുക, അയാളെ റിമാൻഡിലാക്കുക, അതൊക്കെ കോടതി കൂടി ഇടപെട്ട് നടത്തേണ്ട സംഭവങ്ങളാണ്. 1ഉം 2ഉം കേസുകളിൽ പാളിച്ച സംഭവിച്ചു എന്നല്ല പറയേണ്ടത്. 1ഉം 2ഉം കേസുകളിൽ പരാതിക്കാരിയുടെ ഭാഗത്ത് നിയമപരമായ ഒട്ടനവധി വീഴ്ചകളുണ്ട്. അതുകൊണ്ടാണ് രാഹുലിന് ജാമ്യം ലഭിച്ചതും രാഹുലിനെ റിമാൻഡ് ചെയ്യാൻ കഴിയാതെ പോയതും. ഇപ്പോഴിതാ രാഹുലിനെ എങ്ങനെ പരിചയപ്പെട്ടു എന്നുവരെ യുവതി വ്യക്തമാക്കിയ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വഴിതെറ്റിപ്പോയ ഒരു വാട്സാപ്പ് മെസ്സേജാണ് രാഹുലിലേക്ക് തന്നെ അടുപ്പിച്ചത് എന്ന് യുവതി പറയുന്നു. തനിക്കൊരു ബാല്യകാല സുഹൃത്തുണ്ട്, രാഹുൽ എന്നാണ് അയാളുടെ പേര്. തന്റെ പിതാവിന് യുവതി ഒരു മൊബൈൽ ഫോൺ ഓർഡർ ചെയ്യുന്നു. ഈ മൊബൈൽ ഫോൺ ഓർഡർ ചെയ്തതിന്റെ ലിങ്ക് അത് വാങ്ങിക്കുവാനായി നാട്ടിലുള്ള സുഹൃത്ത് രാഹുലിന് അയച്ചു കൊടുക്കുന്നു. ഒരു കൊറിയർ കമ്പനിയുടെ ഫോൺ നമ്പറും മറ്റു വിവരങ്ങളുമാണ് രാഹുൽ എന്ന സുഹൃത്തിന് ഈ യുവതി അയച്ചത്. എന്നാൽ ഫോണിൽ സേവ് ചെയ്തിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നീ മെസ്സേജ് ചെല്ലുന്നു. ഉടൻ തന്നെ അത് ഡിലീറ്റ് ആക്കിയെന്നാണ് യുവതി പറയുന്നത്. എന്നാൽ പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടമത ഹൈ എന്ന് പറഞ്ഞ് യുവതിക്ക് തിരികെ മെസ്സേജ് അയക്കുന്നു. പിറ്റേന്ന് മുതൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നമ്പറിൽ നിന്ന് തനിക്ക് മെസ്സേജുകൾ കിട്ടിത്തുടങ്ങിയെന്നാണ് യുവതി പറയുന്നത്. അപ്പോഴൊക്കെ ഭർത്താവും ഒന്നിച്ചാണ് യുവതിയുടെ ജീവിതം. പോലീസിന്റെ FIRലാണ് ഇത്തരം വിവരങ്ങൾ ഇപ്പോൾ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹായ് ഹൂയ് എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ആദ്യം മെസ്സേജുകൾ അയച്ചു എങ്കിലും താൻ ആദ്യം പ്രതികരിച്ചില്ല എന്നാണ് യുവതി പറയുന്നത്. എന്നാൽ തുടർച്ചയായി മെസ്സേജ് വരാൻ തുടങ്ങിയതോടെ താൻ അങ്ങോട്ടേക്ക് സംസാരിച്ചു തുടങ്ങി. ക്രമേണ കുടുംബാംഗങ്ങളെക്കുറിച്ചും ജോലിയെക്കുറിച്ചുമൊക്കെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു.
പ്രത്യേക അന്വേഷണ സംഘത്തിലെ SI പ്രിയ AL അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തിയപ്പോഴാണ് യുവതി ഇതൊക്കെ തുറന്നു പറഞ്ഞത്. ചില വെളിപ്പെടുത്തലുകൾ യുവതിയുടെ ഭാഗത്തു നിന്ന് പുറത്തേക്ക് വന്നു. എൻ്റെ അമ്മ എപ്പോഴും പറയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങളുടെ പപ്പയുടെ യങ് വെർഷനാണെന്ന്. അമ്മ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറിച്ച് പറയുന്നത് കേട്ട് താൻ TV-യിൽ രാഹുലിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്നാണ് യുവതി പറയുന്നത്. കാനഡയിലാണ് താൻ ജോലി ചെയ്തിരുന്നത്. നാട്ടിലുള്ള സുഹൃത്താണ് തനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ നമ്പർ തന്നത്. വെറുതെ ഫോണിൽ ആ നമ്പർ സേവ് ചെയ്തിട്ടു എന്നാണ് യുവതിയുടെ ഭാവം. ഒരു രസത്തിന് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഫോൺ നമ്പർ തൻ്റെ സുഹൃത്തിൽ നിന്ന് വാങ്ങിയെന്നും പിന്നീടത് ഫോണിൽ സേവ് ചെയ്തുവെന്നും യുവതി വ്യക്തമാക്കുന്നു. ഈ നമ്പറിലേക്ക് മറ്റൊരു രാഹുലിന് അയച്ച മെസ്സേജ് അറിയാതെ ചെന്നെത്തുകയായിരുന്നുവത്രേ. ആദ്യമൊക്കെ വളരെ കാഷ്വലായി പരിചയമുള്ള ഒരാൾ സംസാരിക്കുന്നത് പോലെ രാഹുൽ എന്നോട് സംസാരിച്ചു. പിന്നീട് വ്യക്തിപരമായ കാര്യങ്ങൾ തിരക്കി. വിവാഹിതയാണെന്ന് താൻ ആദ്യം തന്നെ രാഹുലിനോട് പറഞ്ഞിരുന്നുവെന്നാണ് യുവതി പറയുന്നത്. പിന്നീട് കുട്ടികളില്ല എന്ന ചോദ്യം. കുട്ടികളില്ല എന്ന് പറഞ്ഞപ്പോൾ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു. ഭർത്താവുമായി ചെറിയ സ്വരച്ചേർച്ചയുണ്ട് എന്ന് താൻ അപ്പോൾ രാഹുലിനോട് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ എനിക്കിതിനെ ഹഗ് ചെയ്യാൻ തോന്നുന്നുവെന്നാണ് രാഹുൽ എന്നോട് പറഞ്ഞതെന്ന് യുവതി പറയുന്നു. പിന്നീട് നിരന്തരമായി പേഴ്സണൽ കാര്യങ്ങളെക്കുറിച്ച് തിരക്കും. അതിനൊക്കെ താൻ ഉത്തരം പറയും. വളരെ നിർബന്ധിച്ചപ്പോഴാണ് ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേടുകളെക്കുറിച്ച് രാഹുലിനോട് താൻ സംസാരിച്ചത്. തുടർന്ന് ഭർത്താവിനെ ഉപേക്ഷിച്ച് തനിക്കൊപ്പം ഇറങ്ങി വരാൻ രാഹുൽ മാങ്കൂട്ടം തന്നോട് ആവശ്യപ്പെട്ടു. ഇത് പറഞ്ഞ് തന്നെ നിർബന്ധിച്ചു. വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും തനിക്ക് 3 കുട്ടികൾ വേണമെന്നും രാഹുൽ എന്നോട് പറഞ്ഞു. പിന്നാലെ നിരന്തരം വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു യുവതിക്ക് രാഹുൽ. യു വിൽ ബി മൈ ലൈഫ് പാർട്ണർ എന്ന് പലവട്ടം തനിക്ക് മെസ്സേജുകൾ അയച്ചു. തന്നോട് അത്തരത്തിലൊക്കെ സംസാരിച്ചുവെന്നാണ് യുവതി വിശദീകരിക്കുന്നത്. എന്തിനാണ് നേരത്തെ പോയി കല്യാണം കഴിച്ചത്, എനിക്ക് നിന്നെ വേണം എന്നൊക്കെ പലപ്പോഴും രാഹുൽ പറയും. 3 കുട്ടികളെ വേണമെന്നതാണ് രാഹുലിന്റെ ആവശ്യം. താൻ നല്ലൊരു പിതാവായിരിക്കുമെന്ന് തനിക്ക് വാക്ക് നൽകി. ടെലിഗ്രാം വഴിയായി മിക്ക ചാറ്റുകളെന്നും അയക്കുന്ന മെസ്സേജുകൾ ഉടൻ തന്നെ രാഹുൽ ഡിലീറ്റ് ചെയ്യുമെന്നും യുവതി പറയുന്നു. ടൈം പാസ് ആണോ എന്ന് ചോദിക്കുമ്പോൾ തനിക്കതിന് ടൈമില്ല എന്നാണ് രാഹുലിന്റെ മറുപടി. കാനഡയിൽ നിന്ന് നാട്ടിൽ വരുമ്പോൾ കാണണമെന്ന് രാഹുൽ നിർബന്ധം പിടിച്ചു. ഭർത്താവിന്റെ പിതാവ് ആശുപത്രിയിലായ സമയം അപ്പോൾ താൻ നാട്ടിലെത്തി. ഭർത്താവിന് പിന്തുണ കൊടുക്കണമെന്ന് പറഞ്ഞ് തന്റെ വിശ്വാസം രാഹുൽ പിടിച്ചുപറ്റിയെന്നാണ് യുവതി പറയുന്നത്. ഒടുവിൽ 2024 ഏപ്രിൽ 8 തിരുവല്ലയിലെ ക്ലബ് 7 ഹോട്ടലിൽ വെച്ച് ഞങ്ങൾ കണ്ടുമുട്ടി. ഞാനാണ് റൂമെടുത്ത് രാഹുലിന് വേണ്ടി കാത്തിരുന്നത്. റെസ്റ്റോറൻറ്റിലിരുന്ന് സംസാരിക്കാമെന്ന് കരുതി. എന്നാൽ റെസ്റ്റോറൻറ്റിൽ എല്ലാവരും തന്നെ അറിയും. സെൽഫി എടുക്കാനായി ആളുകൾ ഇടിച്ചുകൂടുമെന്നൊക്കെ പറഞ്ഞാണ് റൂമിലേക്ക് രാഹുൽ കടന്നു വന്നത്. 31-കാരിയാണ് യുവതി. ചെറുപ്പക്കാരിയായ യുവതി, അതും ഭർത്താവും ഒന്നിച്ച് ജീവിക്കുന്നതിനിടയിൽ എന്തുകൊണ്ട് രാഹുലിലേക്ക് ആകൃഷ്ടയായി? യുവതിയുടെ ഭർത്താവ് ഒരു ഡോക്ടറാണ് എന്ന് പറഞ്ഞു കേൾക്കുന്നു. 2019 മുതൽ കാനഡയിലാണ് താൻ ജോലി ചെയ്യുന്നത് എന്നാണ് യുവതി പറയുന്നത്. 2023 സെപ്റ്റംബറിലാണ് തന്റെ ബാല്യകാല സുഹൃത്ത് രാഹുലിന് അയച്ച മെസ്സേജ് വഴിതെറ്റി രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടുന്നത്. 2023 സെപ്റ്റംബർ മുതൽ രാഹുലുമായി താൻ ചാറ്റ് ചെയ്തിരുന്നു എന്ന് സമ്മതിക്കുകയാണ് ഇവിടെ യുവതി. താൻ നല്ലൊരു പാർട്ട്ണർ അല്ലെങ്കിലും നല്ലൊരു ഫാദർ ആയിരിക്കും 3 കുട്ടികൾക്ക് എന്ന് പറഞ്ഞ് തന്റെ വിശ്വാസം നേടിയെടുത്തു രാഹുൽ എന്ന് യുവതി പറയുന്നു. ഇവിടെ ചില പൊരുത്തക്കേടുകൾ നിഴലിക്കുന്നു. നേരത്തെ നമ്മൾ കേട്ടത് രാഹുൽ മാങ്കൂട്ടം തിരുവല്ലയിലെ ഒരു ഹോട്ടലിലെത്തി യുവതിയെ കടന്നാക്രമിച്ച് ബലാത്സംഗം ചെയ്തുവെന്നാണ്. എന്നാൽ 2023 സെപ്റ്റംബർ മുതൽ ഇരുവർക്കുമിടയിൽ പരിചയമുണ്ടായിരുന്നു. ഭർത്തൃമതിയായ യുവതി എന്തിന് രാഹുലുമായി നിരന്തരം ചാറ്റ് ചെയ്തു? ഭർത്താവിൻ്റെ പിതാവിനെ പരിചരിക്കാൻ നാട്ടിലെത്തിയപ്പോഴും രാഹുൽ തന്നെയായിരുന്നു യുവതിക്ക് വലിയ മാനസിക പിന്തുണ നൽകിയത്. 3ാമത്തെ പരാതി പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ഈ 3 പരാതികൾക്കും ഒരേ പാറ്റേൺ. ഒരേ ഒരാൾ തന്നെയാണോ ഈ 3 പരാതികളും എഴുതിയത് എന്ന് പോലും സമൂഹ മാധ്യമങ്ങൾ സംശയമുന്നയിക്കുന്നത് ഈ പാറ്റേൺ ഒന്നുകൊണ്ട് മാത്രം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ 3ാമത് പരാതി മുഖ്യമന്ത്രിക്ക് ഇമെയിലിൽ വന്നപാടെ അതിശക്ത നീക്കങ്ങൾ സർക്കാരും പോലീസുമൊക്കെ ഒരുമിച്ച് നീക്കി. അതിൻ്റെ ആത്യന്തിക ഫലമാണ് രാഹുൽ ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്നതും. എന്നാൽ നിരവധി ലൂപ്പ് ഹോളുകൾ ഈ കേസിലുണ്ട് എന്നതാണ് അതിൻ്റെ മറ്റൊരു തലം. രാഹുൽ ഒരു സ്ഥിരം കുറ്റവാളിയാണെന്നും വീട്ടമ്മമാരെയും പെൺകുട്ടികളെയുമൊക്കെ നിരന്തരം ഉപദ്രവിക്കുന്ന പ്രവണതയുണ്ടെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് പറയുന്നു. കൃത്യമായി ഫ്രെയിം ചെയ്തെടുത്ത റിമാൻഡ് റിപ്പോർട്ടാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ സമർപ്പിച്ചത്. അതുകൊണ്ട് തന്നെ റിമാൻഡ് ചെയ്യുക മാത്രമേ ആദ്യഘട്ടത്തിൽ പോംവഴിയുള്ളൂ. കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിക്കുന്ന കേസാണിതെന്ന് രാഹുലിൻ്റെ അഭിഭാഷകൻ ശാസ്തമംഗലം അജിത്ത് പറയുന്നു. ഒരു യുവതി ഹോട്ടലിൽ മുറിയെടുത്ത് രാഹുലിന് വേണ്ടി കാത്തിരിക്കുന്നു. രാഹുലും യുവതിയും തമ്മിൽ 2 വർഷത്തെ നിരന്തര പരിചയവും സൗഹൃദവും. പരസ്പര സമ്മതത്തോടെ ഇരുവരും തമ്മിൽ ലൈംഗിക ബന്ധമുണ്ടായി. എന്നാൽ പിന്നീട് രാഹുലിനെതിരെ യുവതി
ബലാത്സംഗ പരാതിയുമായി കളത്തിലിറങ്ങുന്നു. ഈ പരാതിയിലുള്ള ബലാത്സംഗ കുറ്റം അതുകൊണ്ട് തന്നെ നിലനിൽക്കില്ല എന്നാണ് ശാസ്തമംഗലം അജിത് വാദിക്കുന്നത്. എന്തുകൊണ്ട് യുവതി പരാതി നൽകി എന്നതിന്റെ വ്യക്തമായ തെളിവുകളും ഇപ്പോൾ പുറത്തുവരുന്നു. യുവതി തന്നെ പുറത്തുവിട്ട വാട്സാപ്പ് ചാറ്റുകളിലാണ് ഇത് വ്യക്തമാകുന്നത്. യുവതിയും രാഹുൽ മാങ്കൂട്ടവും തമ്മിലുള്ള സൗഹൃദം, അതിന്റെ തുടർച്ചയായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് യുവതി ഗർഭിണിയാകുന്നത്. ഗർഭചിത്രം ചെയ്യണമെന്നൊക്കെ രാഹുൽ നിർബന്ധിച്ചു, ഭീഷണിപ്പെടുത്തിയെന്നാണ് യുവതിയുടെ ഭാഗം. എന്നാൽ പിന്നീട് ഗർഭമലസി. താൻ ചതിക്കപ്പെടുന്നുവെന്ന് മനസ്സിലാക്കിയ യുവതി ഭ്രൂണം സൂക്ഷിച്ചുവെന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്നാൽ യുവതി പരാതി കൊടുക്കാനിടയായ സംഭവ വികാസങ്ങൾ ഇപ്പോൾ വാട്സാപ്പ് ചാറ്റുകളിലൂടെ തന്നെ വ്യക്തമാണ്. രാഹുലിനെതിരെ ആദ്യ പരാതിക്കാരി പരാതി നൽകുന്നു, തുടർന്ന് രണ്ടാം പരാതിക്കാരിയും. ഇതിന് തൊട്ടു പിന്നാലെ രാഹുലിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ യുവതി തീരുമാനിച്ചു. ഇതിന്റെ തുടർച്ചയാണ് രാഹുൽ യുവതിക്ക് അയച്ച ചില മെസ്സേജുകൾ. പേടിപ്പിക്കാൻ നീയെന്നല്ല ലോകത്തൊരു മനുഷ്യനും നോക്കേണ്ട വാർത്താ സമ്മേളനം നടത്താൻ അതിജീവിതയെ രാഹുൽ വെല്ലുവിളിക്കുന്നു. രാഹുൽ തന്നെ പീഡിപ്പിച്ചുവെന്ന വിവരം ലോകത്തോട് വിളിച്ചു പറയുമെന്നും രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതം തകർക്കുമെന്നും യുവതി രാഹുലിനെ ഭയപ്പെടുത്തുന്നു. ഇതിനുള്ള മറുപടിയായാണ് രാഹുൽ പറയുന്നത്, നീ എന്നല്ല ലോകത്തുള്ള ഒരു മനുഷ്യനും ഇനി എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. കുറ്റസമ്മതം നടത്താനാണ് തീരുമാനമെന്നും അങ്ങനെ താൻ മാത്രം മോശമാകുന്ന പരിപാടി ഇനി നടക്കില്ലെന്നും രാഹുൽ യുവതിയോട് പറഞ്ഞു. എല്ലാത്തിന്റെയും എക്സ്ട്രീം കഴിഞ്ഞാണ് താൻ നിൽക്കുന്നത്. 1 മാസം മുന്നേ ആയിരുന്നു ഇതൊക്കെ എങ്കിൽ ഞാൻ മൈൻഡ് ചെയ്യുമായിരുന്നു. ഇനി ഒന്നും സറണ്ടർ ചെയ്യില്ല എന്ന തീരുമാനത്തിൽ താൻ എത്തിച്ചേർന്നു. നീ എന്ത് ചെയ്താലും അതിന്റെ ബാക്കി ഞാൻ ചെയ്യുമെന്ന് യുവതിയോട് രാഹുൽ. നീ ചെയ്യുന്നത് ഞാൻ താങ്ങും, ബട്ട് നീ താങ്ങില്ല. ഇതാണ് രാഹുലിന്റെ മറുപടി. എനിക്കൊന്നും ഇപ്പോൾ നഷ്ടപ്പെടാനില്ല. ആകെ ഇപ്പോൾ ഇല്ലാത്തതും നീ ഇപ്പോൾ എക്സ്ട്രാ ചെയ്യും എന്ന് പറയുന്നതുമൊക്കെ കേസ് കൊടുക്കലാണ്. ഈ കേസ് കോർട്ടിൽ വരുമ്പോൾ ഉള്ള അവസ്ഥ നിനക്കറിയാമല്ലോ. അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ നീ അതൊക്കെ കഴിഞ്ഞിട്ട് വാ എന്നാണ് രാഹുൽ യുവതിക്ക് മെസ്സേജുകളായി അയച്ചത്. ബാക്കിയുള്ളവരുടെ ജീവിതം നശിപ്പിച്ചിട്ട് നീ ഇപ്പോൾ വലിയ സൂപ്പർ ഹീറോ ആയല്ലോ. താഴാവുന്നതിൻ്റെ മാക്സിമം താഴ്ന്നു എന്നും ക്ഷമിക്കാവുന്നതിൻ്റെ പരിധി കഴിഞ്ഞു എന്നൊക്കെയാണ് രാഹുലിനോട് യുവതി മെസ്സേജിൽ പറയുന്നത്. എന്നാൽ യുവതിയുടെ സമ്മർദ്ദത്തിന് രാഹുൽ വഴങ്ങുന്നില്ല. അതിശക്തമായ മറുപടി രാഹുൽ നൽകുന്നു. ഇതോടെ പകമൂത്ത യുവതി മുഖ്യമന്ത്രി പിണറായി വിജയന് ഇമെയിലിൽ പരാതി അയക്കുകയായിരുന്നുവെന്ന് വ്യക്തം. യുവതി വിവാഹിതയാണെന്നറിയാതെ താൻ സൗഹൃദത്തിലായതാണ് എന്നാണ് രാഹുലിന്റെ വാദം. ഇപ്പോൾ കോടതിയിൽ ഉഭയസമ്മതപ്രകാരമാണ് ഇരുവർക്കുമിടയിൽ ലൈംഗിക ബന്ധമുണ്ടായത് എന്നും രാഹുൽ വാദിക്കുന്നു. ഒരു കാര്യം വ്യക്തമാണ്, യുവതിക്കും രാഹുലിനുമിടയിൽ ആദ്യം സൗഹൃദം, പിന്നീട് പ്രണയം. വിവാഹിതയായ യുവതി ഭർത്താവ് ഒന്നിച്ച് ജീവിക്കുന്നതിനിടയിലാണ് രാഹുലുമായി അടുത്തത് എന്ന് വ്യക്തം. രാഹുലിന് നിരവധി സാധനങ്ങൾ വാങ്ങാൻ യുവതി പണം അയച്ചു കൊടുത്തതിന്റെ രേഖകൾ ഇപ്പോൾ പുറത്തുവരുന്നു. ഒപ്പം രാഹുലിന് 2 വട്ടം UK പോകാനുള്ള വിമാന ടിക്കറ്റ് ചാർജും യുവതി തന്നെയാണ് നൽകിയത്. അതിജീവിതയുടെ പരാതിയും മൊഴികളും. അതിൽ ഒരു കാര്യം വ്യക്തമാണ്, ഒട്ടനവധി പൊരുത്തക്കേടുകൾ നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഈ കേസ് നിയമപരമായി എത്രമാത്രം നിലനിൽക്കും എന്ന കാര്യത്തിൽ നിയമവിദഗ്ധർ സംശയം പ്രകടിപ്പിക്കുന്നു. ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ലൈംഗിക ബന്ധം എന്ന വാദം രാഹുൽ കോടതിയിൽ ശക്തിയായി ആവർത്തിക്കും. അതിലപ്പുറം ബലാത്സംഗ കേസ് ഇതിൽ നിലനിൽക്കില്ല. ഗർഭചിത്രം നടന്നിട്ടില്ലാത്തതുകൊണ്ട് ഗർഭചിത്രമെന്ന ആരോപണവും നിലനിൽക്കില്ല. സാമ്പത്തിക ചൂഷണം നിലനിൽക്കാനുള്ള സാഹചര്യം വളരെ മോശമാണ്. യുവതി സ്വമേധയ ഗിഫ്റ്റുകളായി അയച്ചതാണ് മിക്ക പണവും രാഹുലിന്. വിചിത്രമായ പരാതിയെന്ന് സോഷ്യൽ മീഡിയ ഈ പരാതിയെ പരിഹസിക്കുന്നതും അതുകൊണ്ട് തന്നെ. എന്നാൽ സർക്കാരിൻ്റെ അറസ്റ്റ് നാടകത്തിനുള്ള തിടുക്കം അത് വല്ലാത്തതു തന്നെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.